എല്ലാവർക്കും ജെറാനസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ലോങ്കൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. ലോങ്കൻ ഫ്രൂട്ട് ഒരു സീസണൽ ഫ്രൂട്ടാണ്. എല്ലാ സീസണിലും കിട്ടാറില്ല, പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ സീസണാണ്. ഒരുപാട് മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് ലോങ്കൻ ഫ്രൂട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ പുറത്തൊക്കെ ഒരുപാട് ഡേർട്ടൊക്കെ കാണും. അപ്പോൾ അത് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ ഫ്രൂട്ടിൻ്റെ തോട് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പം നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കഴിയുമ്പോൾ അത് ഇളകി വരും. അതിനുശേഷം അതിനകത്തൊരു കുഴിയുണ്ട്, അതും കൂടി ഒന്ന് മാറ്റിയെടുക്കണം. ഇനി വേണ്ടത് പച്ചരിയാണ്. പച്ചരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അരി വെന്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലോങ്കൻ ഫ്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത് കോക്കനട്ട് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അല്പം അരിപ്പൊടി എടുത്ത് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കുക. ഇനി വേണ്ട തേങ്ങാപ്പാലാണ്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1 പാൽ 2 പാൽ അങ്ങനെയൊന്നുമില്ല. നല്ല കട്ടിയായിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുത്തു വയ്ക്കുക. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോക്കനട്ട് ക്രീം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ റൈസ് സെർവ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കോക്കനട്ട് ക്രീം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ലോങ്കൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ജെറാനസ് കിച്ചൺ എന്ന് പറഞ്ഞ FB പേജും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം പുതിയൊരു റെസിപ്പിയായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനസ് കിച്ചൺ. ബൈ ബൈ.